ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എറണാകുളത്ത് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഡെലുവിൻ്റെ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരുപാടുണ്ട്, അതൊന്നും ഞാനിതുവരെ എടുത്തു വെച്ചിട്ടില്ല. ഡെലുവിൻ്റെ ആകുമ്പം അത്യാവശ്യം ഒരുവിധം എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പരിപാടിയൊക്കെ ഒതുങ്ങും. അതുകൊണ്ട് ഞാൻ ഡെലുവിൻ്റെ ബാക്ക് പാക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് നേരെ പോകാം. ഡെലുവിൻ്റെ ബാക്ക് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അവർക്ക് വേണ്ട എല്ലാ ഡ്രസ്സും കാര്യങ്ങളും അവരുടെ കളിപ്പാട്ടം ടോയ്സ് അങ്ങനെ ഒരുപാട് എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ കരുതി നേരത്തെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചാൽ അറ്റത്തൊന്നും കിടന്ന് വെപ്രാളപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നേരത്തെ ഞാനെല്ലാം പാക്ക് ചെയ്തു. ഇന്നലെ വൈകിട്ട് ഞാൻ ഒരുവിധം അവളുടെ വേണ്ടതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. കാരണം എന്ന് വെച്ചാൽ പിന്നെ ആയിക്കഴിഞ്ഞാൽ ലേറ്റ് ആവും. ഇവളുടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സമാധാനത്തിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇവളുടെ ഒരു ഇതെല്ലാം എടുത്ത് പാക്ക് ചെയ്തു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവളുടെ ഡ്രസ്സൊന്നും ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. 28-ന് കിട്ടിയത് പോലും. ഇപ്പോൾ 6 മാസത്തെ ലീവ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോഴാണ് എനിക്കിതിനൊക്കെ ഒരു ടൈം കിട്ടിയത് വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നിങ്ങൾ എന്തായാലും കാണിച്ച് തന്നെ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തൊട്ട് കാണിക്കാം. ഈ ഒരു സൈഡിൽ ഞാൻ ഈ വെച്ചേക്കുന്നത് മൊത്തം ഡെലുവിൻ്റെ ഷൂസും കാര്യങ്ങളൊക്കെയാണ്. ഷൂസ്, ടോയ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 5-6 പാക്ക് കോംബോ ഷൂസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരു മീഷോയിൽ നിന്നൊരു കോംബോ സൈസ് ഷൂസ് മേടിച്ചത്. അതാണ് ഇതിനകത്തിരിക്കുന്നത് മൊത്തം. പിന്നെ ഇതിലിരിക്കുന്നത് മൊത്തം അവളുടെ ടവൽസ്, അല്ലാതെ കാലിലൊക്കെ ഇടുന്ന സോക്സ് ടൈപ്പ് ക്യാപ്സ്, സോക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ, അതിൻ്റെ പലതരം വെറൈറ്റി കളറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. കാരണം അതൊക്കെ അത്യാവശ്യമാണല്ലോ. എങ്ങാനും തണുപ്പാണെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ അതൊക്കെ നമുക്ക് കാലിൽ ഇടാമല്ലോ. അതുകൊണ്ട് അതാണ് ഈ ഒരു ബോക്സ് നിറച്ചിരിക്കുന്നത്. പിന്നെ അവളുടെ ടവൽസ് ഒരു 5-6 ടവൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ടവൽസൊക്കെ എടുത്തിട്ടുണ്ട്. വൈറ്റ്, പിങ്ക് എല്ലാം ഒരുവിധം വൈറ്റ് അങ്ങനെയുള്ള കളറൊക്കെയാണ് ടവൽസ് കൂടുതലും. അപ്പം എല്ലാ ടവൽസും ഞാൻ എടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇച്ചിരൂടൊക്കെ കഴിയുമ്പം ഇതെന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് അറിയുന്നില്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞിന് ഇപ്പം കുറുക്കൊക്കെ കൊടുക്കാൻ തുടങ്ങുമല്ലോ. കാരണം 6 മാസം കഴിഞ്ഞു, ഇനി 7-ാം മാസം തുടങ്ങാൻ പോവാണ്. അപ്പോൾ പിന്നെ അവൾക്ക് ഇങ്ങനെ കഴുത്തിലൊക്കെ ഇട്ടിട്ട് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 സാധനമാണ്. ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല. അപ്പം ഇത് 2 ഞങ്ങൾ ഡെലിവറി ആവുന്നതിന് മുമ്പേ ഞങ്ങൾ പോയി പർച്ചേസ് ചെയ്തതാണ്. അപ്പം അതാണ് ഇത് 2. ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് നല്ലൊരു ക്യാപ്പ്, നല്ലൊരു തൊപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതിയ ഇതുവരെ ഇട്ടിട്ട് പോലുമില്ല. ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡയപ്പർ, ഈ ഡയപ്പർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അപ്പോൾ ഇത് കൂട്ടത്തിൽ 3 ഡയപ്പറുണ്ട്. അപ്പോൾ ഇത് റീയൂസബിൾ ഡയപ്പറാണ്. ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ 2-3 ഡയപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രൈ ഷീറ്റ്, ഇങ്ങനത്തെ ഒരു 4-5 ഡ്രൈ ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു 2-3 ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് വല്ലതും നമ്മൾ വരുവാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാമല്ലോ. അങ്ങനെ 2-3 ഡ്രൈ ഷീറ്റ്. കാരണം ഈ ഒരു പെട്ടിക്കകത്താണ് ഞാൻ അവളുടെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഒരുവിധം. അപ്പോൾ ഇതിനകത്ത് മാക്സിമം ഞാൻ അവളുടെ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള 2 പെട്ടിയിൽ എൻ്റെ അമ്മയുടെ ആണ്. കാരണം അതല്ലാതെ ഒരുപാട് ലഗേജായിട്ട് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ അത് ഇച്ചിരി പാടായിരിക്കും. അതല്ല, അവളെ ആയിട്ടുള്ള ഫസ്റ്റ് ട്രെയിൻ ട്രാവലാണ് ഞങ്ങളുടെ ഈ ഒരു എറണാകുളത്ത് പോകുന്നത്. അപ്പം പിന്നെ അത് എത്രയ്ക്ക് ഇതാവുമെന്ന് നമുക്ക് ഒട്ടും അറിയത്തില്ല, നോക്കാം. പിന്നെ അവളുടെ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല. അവളുടെ ഈ ഒരു സൈസിൽ ഇപ്പം ചേർന്ന കുറച്ച് ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇച്ചിരൂടെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഓണത്തിന് വല്ലതും വരുവാണെങ്കിൽ അപ്പം നമുക്ക് എടുത്തിട്ട് പോകാമല്ലോ. അപ്പോൾ എല്ലാം കൂടെ വലിച്ചു വരി എടുത്തുകൊണ്ട് പോകണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അപ്പം ഇനി ഞാൻ അവളുടെ ഡ്രസ്സൊക്കെ ഒരു ഇതെല്ലാം കാണിച്ചു തരാം. കൊണ്ടുപോകുന്നത് മാത്രം, അല്ലാതെ ഇവിടെ ഒരുപാട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് കിട്ടിയതൊക്കെ അത് ഇച്ചിരി സൈസ് വലുതായതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, അതെല്ലാം മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ അവൾക്ക് ഇപ്പം പറ്റുന്ന കുറച്ച് ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാൻ കൊണ്ടുവന്നതായിട്ട്. ഇത് സ്കേർട്ടല്ല, ഒരു സ്കേർട്ട് ടൈപ്പ് തോന്നുന്നൊരു ട്രൗസർ ടൈപ്പാണ്. ഇതുണ്ട്. അതിൻ്റെ പെയറായിട്ട് ടോപ്പ് വരുന്നത് ഇതാണ്. ഇത് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു ഡ്രസ്സ് ആയതുകൊണ്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഇതെടുത്തിട്ടുണ്ട്. അതല്ലാതെ കുഞ്ഞൊരു കുട്ടി ഫ്രോക്ക് ടൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഡെലുവിൻ്റെ എടുത്ത് വെച്ചേക്കുന്നത് ഇതൊരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു ടോപ്പാണ്. നല്ലൊരു സ്കേർട്ടിൻ്റെ കൂടെയുള്ളതാണ്. ഇത് ഒരു വട്ടം ഞങ്ങളൊരു റീല് ചെയ്യാൻ വേണ്ടി അവർക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുള്ളവർ ഉണ്ടാകും. ഇത് ഞാൻ തിരിച്ച് ഇട്ടിട്ടില്ല. നല്ലൊരു ക്യൂട്ട് സ്കേർട്ടാണ്.
അതിൻ്റെ ഒരു ക്യൂട്ട് ടോപ്പും അതിൻ്റെ ഒരു ഇതാണ്. അടുത്തത് ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഡ്രസ്സാണ് ഡെലുവിൻ്റെ, അതുകൊണ്ട് തന്നെ ഇത് ഒഴിയാതെ ഞാൻ എടുത്തതാണ്. ഇത് ഇതുവരെ ഞാൻ അവൾക്ക് ഇട്ടിട്ടില്ല. ഇടാറായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഇത് സൈസ് ഇച്ചിരൂടെ വലുതാണ്. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇത് കൊണ്ടുപോകാം. അവിടെ എന്തായാലും എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് ഇടാൻ പറ്റും. ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് ഇടുമ്പം അവൾക്ക് നല്ല കംഫർട്ടായിരിക്കും. ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നല്ലൊരു ക്യൂട്ട് ഡ്രസ്സാണ്. ഇത് നമുക്ക് ഇപ്പം കറക്റ്റ് ഫിറ്റാണിത്. ഇപ്പം ഇതിടാൻ പറ്റുന്നൊരു ഫിറ്റാണ്. അതുകൊണ്ട് ഇത് എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ 2-3 നാളെ ഞാനിപ്പോൾ അവൾക്ക് അത്യാവശ്യം എവിടെയെങ്കിലും അടുത്തൊക്കെ പോകാറാവുമ്പോൾ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് തോന്നുന്ന വന്ദന തന്ന ഗിഫ്റ്റ് ആണെന്ന്. അവൾക്ക് കുഞ്ഞിൻ്റെ 28-ന് എനിക്ക് അന്ന് വേറെ ഗിഫ്റ്റ് കിട്ടുന്നത്. എനിക്ക് ഒരുപാട് പേര് തന്നതിലൊന്നും ആരൊക്കെ തന്നെയാണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. എനിക്ക് തോന്നുന്നത് ഇത് അവൾ തന്നതാണ്. കാരണം അവൾ എന്നെ ഇരുത്തി ഇത് പൊട്ടിച്ച് കാണിച്ചായിരുന്നു. എനിക്ക് ഇത് അവൾ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം ഇത് എടുത്തിട്ടുണ്ട്. ഇത് പക്ഷെ അവൾക്ക് വലുതാ. ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എങ്ങാനും ഇടാൻ പറ്റുമെങ്കിൽ ഇടാന്ന് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ക്യൂട്ട് ഫ്രോക്ക്, ഇതും വലുതാണ്. എനിക്ക് എടുത്തു. ഇത് ഞാൻ സത്യത്തിൽ ഈ ഒരുവിധം ഇത്രയൊക്കെ ഉള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഉള്ളതെല്ലാം വലിയ ഫ്രോക്കാണ്. ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ഇടാൻ പറ്റിയതാണ്. ഇനി ഇരിക്കുന്നത് മൊത്തം അതെല്ലാം ഞാൻ കവറിൽ കെട്ടി സെറ്റാക്കിയിട്ട് മുകളിൽ വെച്ചേക്കാണ്. ഞാൻ ഇന്നലെ എല്ലാം എടുത്ത് നോക്കി പറ്റുന്നതും എല്ലാം ഉണ്ടോ എന്ന്. അപ്പം ഒരുവിധം പറ്റുന്നതൊക്കെ ഞാൻ ഇപ്പം ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയൊന്നും പറ്റത്തില്ല ഗൈസ്. അപ്പം പിന്നെ ഞാൻ തിരിച്ചത് തന്നെ പാക്ക് ചെയ്ത് മണ്ടിക്കൊണ്ട് കയറ്റി. വെറുതെ എന്തിന് പറ്റാത്തത് എല്ലാം കൂടി ഞാൻ ചുമട്ട് വെച്ച് കൊണ്ടുപോകണം. ഇങ്ങനെ എൻ്റെ തന്നെ ഒരുപാടുണ്ട്. അതൊക്കെ ഞാൻ എപ്പോൾ പാക്ക് ചെയ്യാൻ എനിക്ക് ഒരു പിടുത്തമില്ല. അപ്പം ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഈ ഒരു ഡ്രസ്സും മുമ്പ് കാണിച്ചത് കൂടെ തന്നെ അത്യാവശ്യം എവിടെയെങ്കിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ല കംഫർട്ടായിരിക്കും. ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സെന്ന് വെച്ചാൽ നല്ല കംഫർട്ടായിട്ട് ദേഹത്ത് കിടക്കും. നമുക്ക് ഒത്തിരി ചൂടെടുക്കാതെ അവർക്ക് നല്ല രീതിയിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഡ്രസ്സാണത്. പിന്നെ ഇനി ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഇത് ഒരു 5-6 പെയറായിട്ടുള്ളൊരു ഡ്രസ്സാണ്. നിക്കറും ഷർട്ട് പോലത്തെ ഡ്രസ്സാണ്. ഇത് ഒരുപാട് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഇങ്ങനത്തെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഒരു പകുതിയും ഞാൻ അവൾക്ക് ഇപ്പോൾ ഇടുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഇതുവരെ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടില്ലാത്ത. എങ്ങനത്തെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നിക്കർ, ഇതതിൻ്റെ ഉടുപ്പ്. കണ്ട ഇങ്ങനത്തെ പല കളറാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കളർ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്താ ഒരാൾ പല കളർ കൊണ്ടുവന്നതാണെന്നാണ് എൻ്റെ ഒരു സംശയം. ഇത് ആരാ കൊണ്ടുവന്നതെന്നും എനിക്കൊരു പിടുത്തമില്ല, ഒരു ധാരണയില്ല. അങ്ങാണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യലോ. പക്ഷേ നിങ്ങൾ ഗിഫ്റ്റ് തന്നേക്കുന്നതൊന്നും ഇട്ടിട്ടില്ല ഇതിനകത്ത്. കാരണം ഞാൻ മാറ്റി വെച്ചേക്കാണ്, വലുതാണില്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നത് മാത്രമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഗിഫ്റ്റ് കിട്ടിയത് എല്ലാം ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഇത് എൻ്റെ ഒരു സിസ്റ്റർ തന്നതാണ്. ഇതെനിക്ക് ഓർമ്മയുണ്ട്. ഇത് 28-ന് മുമ്പ് കിട്ടിയ സാധനമാണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. ഇത് മറ്റേ നമ്മുടെ ബേബി സെറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഗിഫ്റ്റ്, ആ ഒരു ഡ്രസ്സാണത്. പിന്നെ ഇതിൻ്റെ തന്നെ വേറെ കളറ്, അങ്ങനത്തെ 2-3 കളറ്. ഒരു യെല്ലോ, പിന്നെ ഒരു ഗ്രീൻ, ഒരു പിസ്ത ഗ്രീൻ ടൈപ്പ്, പിന്നെ വേറൊരു ബ്ലൂ കളറ്, അങ്ങനെ നല്ല ഡാർക്ക് ബ്ലൂ, അങ്ങനെ പല കളറാണ് അതിൻ്റെ കിട്ടിയേക്കുന്നത്. അപ്പം അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൻറ്റ്സ്. കാരണം ഇപ്പോൾ പാൻറ്റ്സ് അവൾക്ക് ഇടുന്നതെന്ന് വെച്ചാൽ നേരത്തെ എല്ലാം കുഞ്ഞ് ഷോർട്ട്സ് നിക്കറായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പാൻറ്റ്സ് ഇടുന്നതെന്ന് വെച്ചാൽ അവൾക്ക് നല്ല രീതിയിൽ അവളെ ഏതുവഴി പോയാലും വളഞ്ഞിട്ട് കൊതുക് എന്തൊക്കെയോ കുത്തുകയും കടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുൾ കവറായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുക, കൈയും കാലും ഒക്കെ കവറായിട്ടുള്ള ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഞാൻ പാൻറ്റ്സിലോട്ട് കയറി. റാമ്പർ അങ്ങനെ ഫുൾ ടൈം ഇടുമ്പോൾ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുമല്ലോ ചൂട് സമയത്തൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇടാമെന്ന്. അപ്പം അങ്ങനെ കുറച്ച് നിക്കർ, ഇതൊക്കെ അവൾക്ക് കാല് നന്നായിട്ട് എത്തും കേട്ടോ, താഴെ വരെ കാണും. ഇങ്ങനെ കുറച്ച് നിക്കർ എടുത്തിട്ടുണ്ട്.
ഇതല്ലാത്ത അതിൻ്റെ ഒരു കുഞ്ഞു ടോപ്പാണ്. ഇത് ഇതുവരെ ഇട്ടിട്ടില്ല. നിക്കറ് ഞാൻ ഇട്ടിട്ടുള്ളതാ. ഇത് ചേച്ചിയും ഒക്കെ ചേട്ടനോടൊക്കെ പുറത്ത് പോയപ്പം ഡെലിവറി പാൻറ് ഒരു പാൻറ് വീട്ടിൽ നിന്ന് ഒരു പാൻറ് അവർക്ക് ഉള്ളായിരുന്നു. അങ്ങനെ പാൻസ് അല്ല, കൂടുതലും നിക്കർ അവർക്ക് വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് ഉള്ളത്. അപ്പോൾ പിന്നെ ചേട്ടനും ചേച്ചിയൊക്കെ പുറത്ത് പോയിട്ട് അതപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ മുമ്പിൽ ജയൻ്റെ പാറ്റ് പോലൊക്കെ തോന്നാറുണ്ട് അവള്. അതിൻ്റെ 2-3 കളറ്. ഒരു വയലറ്റ് കൂടെ ഉണ്ട്, അതെന്തെന്ന് ഞാൻ കണ്ടില്ല, അപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ആ ഒരു പാൻറ്റും തപ്പിപ്പിടിച്ചിട്ട് വെക്കണം. അപ്പം അത് ഇത്രയുണ്ട്. പിന്നെ ഈ ഒരു ഉടുപ്പ് നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഇടയ്ക്കിട്ട ഒരു വീഡിയോസിൽ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. കാരണം ഇത് അവൾക്ക് എപ്പോഴും ഇടുന്ന ഡ്രസ്സാണ്, നല്ല കംഫർട്ടാണ്. ഇടയ്ക്ക് വീട്ടിലൊക്കെ ഇടാറുണ്ട്. പിന്നെ എടുത്തവണ ചൂനായിട്ട് എവിടെയെല്ലാം പോകുമ്പം ഇതിടും ഞാൻ. അങ്ങനെ ഈ ഒരു ഉടുപ്പുണ്ട്. പിന്നെ അതിൻ്റെ നിക്കറും ഉണ്ട്. ഇത് നിങ്ങളങ്ങനെ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. ഇത് നല്ലൊരു പാൻറ്റും ഇത് അതിൻ്റെ ഒരു ടോപ്പാണ്. ആ പാൻറ്റിൻ്റെ തന്നെ ഇതായിട്ടുള്ള കോംബോ ആയിട്ടുള്ള ഉടുപ്പാണ്. കണ്ടാ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ ഫ്രണ്ട് നിഷാന കുഞ്ഞിനെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നത് കേട്ടോ. ഇത് ഞാൻ എടുക്കുന്നുണ്ട്, കാരണം ഇത് അവൾക്ക് ഇപ്പോൾ കറക്റ്റ് ഫിറ്റാണ്. ഇച്ചിരൂടെ ആയിക്കഴിഞ്ഞാൽ ഇതിടാൻ പറ്റൂല. അപ്പോൾ ഞാൻ ഇത് എടുക്കുന്നുണ്ട്, ഈ ഒരു പാൻറ്റും ഈ ഒരു ഉടുപ്പും. പിന്നെ അവളൊരു റാമ്പറൊക്കെ കൊണ്ടുവന്നു. ആ റാമ്പറും ഇതിനകത്തുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ ഇപ്പോൾ ഇടാൻ പറ്റിയില്ല, പിന്നെ ഇടാൻ പറ്റത്തില്ല. കുറേ കിട്ടിയ ഗിഫ്റ്റൊന്നും ഇട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ഇതടിക്കത്തില്ല. അതുപോലെയാണ് കുറേ ഇപ്പോൾ തന്നെ വെള്ള കെട്ടുടുപ്പ് ഇടാത്തത് കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വെച്ചേക്കാണ്. ഇവിടെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്, കൊണ്ടുവന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് ഈ ഒരു ഉടുപ്പ്, ഇതൊക്കെ ഞാൻ സത്യത്തിൽ കഴുകിയിട്ട് തിരിച്ച് മടക്കി വെക്കാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. എല്ലാം ഞാൻ കഴുകി പാക്ക് ചെയ്ത് വെക്കുകയാണ്. പുതിയത് പൊട്ടിക്കാത്തൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഇത് നല്ലൊരു ഉടുപ്പാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇത് ഇച്ചിരി വലുതുണ്ടായത് ഞാൻ എന്നിട്ടേനെ. എനിക്ക് അതുപോലെ ഇഷ്ടമാണ് ഈ ഒരു ഉടുപ്പും ഈ ഒരു നിക്കറും. ഇത് ആര് തന്നെയാണെന്ന് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു 2 ഉടുപ്പാണിത്. അങ്ങനെ അത് പിന്നെ ഇതും അതുപോലെ. ഇവിടെ ആ ഹോസ്പിറ്റലിൽ പോവുമോ, അത്യാവശ്യം എവിടെയെങ്കിലും അടുത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഇത് കൂടുതൽ ഇടാം. നന്ദുവിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോകുമ്പം ഇതൊക്കെ ഞാൻ ഇടാറുണ്ട്. കാരണം ഇത് നല്ല സോഫ്റ്റാണ്, നല്ല കോട്ടൻ്റെ ഡ്രസ്സാണ്. എന്ത് സുഖമാണ് ഇത് ഇടുമ്പോൾ, നല്ല സുഖമാണ് അവൾക്ക്. അപ്പം ഇത് എടുത്തിട്ടുണ്ട്. ഇത് മസ്റ്റാണ്, ഇത് മറക്കൂല ഞാൻ. ഇതും അതിൻ്റെ ഒരു നിക്കറ്. പിന്നെ മറ്റേ മുമ്പ് കാണിച്ചതിൻ്റെ നിക്കറ്. ഇത് ഈ ഉടുപ്പ് ഇട്ടിട്ടുണ്ട് അവൾക്ക്. ഇത് അനന്തുവിൻ്റെ അമ്മ കുഞ്ഞിന് 28 ആയ സമയത്ത് ഒരു 5-6 ഡ്രസ്സ്, 5-6 ഒരുപാട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ളൊരു ഡ്രസ്സാണ്. ബാക്കി അമ്മ കൊണ്ടുവന്ന ഏതൊക്കെയാണ് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തമില്ല. കാരണം 28-ന് വേറെ കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏതാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. പക്ഷേ ഇതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഇത് ഏറ്റവും ഫ്രണ്ടിലിരുന്നായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് അവളെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് 2-3 വട്ടം ഇത് ഇട്ടിട്ടുണ്ട്. വാക്സിൻ എടുക്കാൻ പോകുമ്പോഴും 7ൻ്റെ വീട്ടിൽ പോയപ്പോഴൊക്കെ ഇതിട്ടിട്ടുണ്ട്. അപ്പം ഇത് നല്ലൊരു ടോപ്പാണ്. ഇത് ടോപ്പല്ല, ഫ്രോക്കാണ്, നൈസ് ഫ്രോക്ക്. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പച്ച കളറ് വീഡിയോ എടുക്കുന്നത്, ഇതെല്ലാം ഞാൻ അല്ലാതെ മടക്കി വെച്ചായിരുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ട് ഞാൻ കാണിക്കണം. ഒരു പച്ച കളർ ഫ്രോക്ക്. ഇത് ഞാൻ അവൾക്ക് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഇടാറുണ്ട്. കാരണം ഇതൊന്നും ഇപ്പോൾ ഇട്ടില്ലേ പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഇടാൻ പാടായിരിക്കും. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇപ്പോഴേ അങ്ങ് ഇട്ട് കൊതി തീർക്കുവാണ് ഞാൻ കണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നിക്കറാണിത്. ഒരു ഗ്രീൻ വൈറ്റിനകത്ത് ഗ്രീൻ ഡോട്ടായിട്ടുള്ളത്. പിന്നെ റാമ്പർ ഒരു 5 റാമ്പറാണ് ഇപ്പോൾ ഒക്കെ ഉള്ളത്. 5 റാമ്പറിൽ 3 ഞാൻ ഇടയ്ക്ക് കോംബോ ആയിട്ട് മീഷോയിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 3. ബാക്കി 2 റാമ്പർ ഉണ്ട്. ഇതിങ്ങനത്തെ ഇതൊക്കെ ഇട്ട് കാണും. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവൾക്ക് ഇത് ഞങ്ങൾ മറ്റേ ഇവിടെ ഗ്രീൻ ഫോറസ്റ്റിൽ പോയപ്പം ഡെലൂൺ ഇട്ട ഡ്രസ്സാണ് ഈ റാമ്പർ. അത്യാവശ്യം ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ബീച്ച് സൈഡ് ഇങ്ങനെയുള്ളിടത്തൊക്കെ തണുപ്പും കാറ്റും ഒക്കെ കൂടുതലുള്ളിടത്ത് പോകുമ്പോൾ റാമ്പറാണ് കൂടുതൽ ഇടുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരുന്നോളും. അപ്പോൾ അതാണ് അങ്ങനത്തെയാണ് ഇടുന്നത്. പിന്നെ ഈ ഒരു പിങ്ക് കളർ റാമ്പർ, പിന്നെ ഈ ഒരു ഗ്രീൻ, ഇത് ഞാൻ അഴീക്കൽ ബീച്ചിൽ പോയപ്പോൾ ഇട്ടായിരുന്നു അവൾക്ക്. പിന്നെ ഇങ്ങനത്തെ ഒരു റാമ്പർ.
ഒരു റാമ്പർ അവിടെ മാറ്റി വെച്ചേക്കുക. കാരണം ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇനി അത്യാവശ്യമായിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ക്വിക്കായിട്ടാണ് ബാഗ് തുറന്നെല്ലാം എടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഒരു റാമ്പറും അല്ലാത്ത കുറച്ച് ഡ്രസ്സും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ അങ്ങനെ വെച്ചേക്കാം. പിന്നെ മുമ്പ് കാണിക്കാൻ പറഞ്ഞൊരു ടർക്കി, വേറൊരു ടർക്കിയാണ്. ടർക്കി തന്നെ ഇവക്കൊരു എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ 10-15 ടർക്കീസ് ഉണ്ട് എല്ലാം കൂടെ. അതിനകത്ത് കുറച്ചൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അത്യാവശ്യമൊക്കെ ചിലത് ഉടുപ്പിൻ്റെ കളറൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന വെച്ചാൽ ഒരു 5-6 ടർക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഇതാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് കാണാൻ നല്ല ക്ലിയർ ആയിട്ട് ഇതിലേത് കളർ, നല്ല കളറാണിത്. ഇത് ഏത് കളറാണെന്ന് എനിക്കറിയത്തില്ല. ഒരുമാതിരി നല്ല പിങ്കാണെന്ന് വെച്ചാൽ പിങ്കൊന്നും അല്ല. ഇത് ഏത് കളറാണെന്ന് എനിക്കൊരു പിടുത്തില്ല. പക്ഷെ നല്ല ക്യൂട്ട് ഡ്രസ്സാണ്. ഇത് ജാനകി കൊണ്ടു തന്ന ഡ്രസ്സാട്ടോ. ജാനകി ഇവിടെ കാണാൻ വന്നപ്പോൾ ഡെലിവറിന് കൊണ്ടുവന്ന ഡ്രസ്സാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടം. ഇതുവരെ അവൾക്ക് ഇട്ടിട്ടില്ല, ഇടണം. കാരണം ഇത് അവൾക്ക് ഇപ്പോൾ ഇടാൻ പറ്റിയൊരു സൈസാണ്. അതുകൊണ്ട് ഇത് അധികം വൈകാതെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് എൻ്റെയും ഡെലുവിൻ്റെയും ഒരു ട്രാൻസിഷൻ വീഡിയോയ്ക്കകത്ത് ഞാൻ ഡെലുവിന് ഇട്ട് കൊടുത്തേക്കുന്ന ഈ ഒരു ഫ്രോക്കാണ്. ഇത് എൻ്റെ കൂട്ടുകാരി തുമ്പി പ്രീവ. അപ്പോൾ അവൾ കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇത്. അവൾ 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഭയങ്കര വലുതാണ്. അപ്പോൾ അതും ഞാൻ മാറ്റി വെച്ചേക്കുക. അത്യാവശ്യം ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. ഈ ഒരു സൈസാണ് ഇപ്പോൾ അവൾക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ക്യൂട്ട് ഫ്രോക്ക്, അവൾക്ക് നല്ല കംഫർട്ടായിരുന്നു. പിന്നെ ഇത് ബട്ടർഫ്ലൈയുടെ ആണ്. ഇത് ഫസ്റ്റ് ഞാൻ ഡെലുവിന് ആദ്യമായിട്ടൊരു നെറ്റ് ഫ്രോക്ക് ഇങ്ങനത്തെ ഒരു ഗൗൺ ടൈപ്പ്, ഇതല്ലെങ്കിൽ ഞാൻ ഇത് ഇടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഡെലുവിന് ഇട്ടത് ഇതാണ് ഏറ്റവും ഫസ്റ്റ് ഞാൻ ഇട്ടത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തത് അനു ആണ്. അനു ഒരു 4-5 ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ 4 ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് കാണിക്കുന്ന ഒരു 3 അടിപൊളി ഡ്രസ്സ്, പിന്നെ ഈ ഒരെണ്ണം, അങ്ങനെ 4 എണ്ണം അനു കൊണ്ടുവന്ന കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് കറക്റ്റ് ഇപ്പോൾ ഇടാൻ പറ്റുന്ന ഫിറ്റിലാണ് അവൻ കൊണ്ടുവന്നതല്ല. അതുകൊണ്ട് അതൊന്നും ഇവിടെ മാറ്റി വെക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഇട്ടില്ലേ പിന്നെ അതൊന്നും ഇടാനും പറ്റൂല. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് മറക്കാതെ. എനിക്കൊന്ന് ഇതിപ്പോൾ ഇനി ഇച്ചിരി ടൈറ്റ് ആകുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇവിടെ ഇച്ചിരി എലാസ്റ്റിക്കാണ്. എന്തായാലും ഇടാൻ പറ്റുമായിരിക്കും, ഞാൻ ഇടും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിടുമ്പോൾ നല്ല ഒരു മാലാഖയെ പോലെ തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊരു ഹെയർ ബാൻഡ് ഉണ്ട്, അല്ലാതെ ഒരു നിക്കറും ഉണ്ട്. ഇത് വേറൊരു ഹെയർ ബാൻഡ് വൈറ്റ്. ഇത് ഞങ്ങൾ അല്ലാതെ വാങ്ങിച്ചാണ് ഡെലുവിന് വേണ്ടിയിട്ടൊരു തൊപ്പി. ഞാൻ പറഞ്ഞില്ലേ, ഡെലിവറിക്ക് മുമ്പ് ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഹോസ്പിറ്റലിൽ വേണ്ട കാര്യങ്ങൾ, ബാക്ക് പാക്കിങ്ങിന് ഞങ്ങൾ ആ ബാക്ക് പാക്കിങ് എടുത്തിട്ടില്ല. എങ്കിലും ഹോസ്പിറ്റലിലായിട്ട് കൊണ്ടുപോകാനുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളും അങ്ങനെ അവൾക്ക് വേണ്ട കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് ഈ ഒരു ക്യാപ്പ്. ഇത് ഞങ്ങൾ വാങ്ങിച്ചത്. പക്ഷേ ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഇടാൻ പറ്റുമായിരിക്കും. കാരണം ഇത് ഇപ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട്. ചെവിയൊക്കെ നല്ല രീതിയിൽ കവറായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇതിടാം. നമുക്ക് ഇനിയിപ്പോൾ ഗുരുവായൂർ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഇതൊക്കെ യൂസ്ഫുൾ ആവും. അതുകൊണ്ട് ഇതെടുത്തതാണ്. പിന്നെ അല്ലാത്തൊരു നിക്കർ, അങ്ങനത്തെ കുറച്ച് പാൻറ്റീസ് ഉണ്ട്. പാൻറ്റീസ് അല്ല, അല്ലാത്ത ഷോർട്സ് നിക്കറുണ്ട്. നമുക്ക് ചില ഫ്രോക്കുകൾക്കൊന്നും അടിയിലിടാൻ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ എടുത്ത് ഇടാമല്ലോ നിക്കറായിട്ട്. അപ്പം അങ്ങനത്തെ ഷോർട്സ് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പാൻറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടനും ചേച്ചിയൊക്കെ മേടിച്ചോണ്ട് വന്നതിനകത്ത് ഒരു ക്യൂട്ട് പാൻറ്റ്. എനിക്ക് ഈ പാൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇടുമ്പോൾ നല്ല ജയൻ്റെ പാൻറ്റ് പോലെ ഇരിക്കും. ഒന്നും കിടിയത്തില്ല, താഴെ വരേണ്ട ഈ പാൻറ്റ്. പിന്നെ ഈ ഒരു ഉടുപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഉടുപ്പ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട്, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫ്രണ്ടല്ല, ചേച്ചിമാർ, അമ്മ, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഞങ്ങളുടെ ചേച്ചിയൊക്കെ നീതി ചേച്ചിയൊക്കെ കൊണ്ടുവന്നതാണ്. ഒരു 3-4-5 ഡ്രസ്സ് കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോൾ ഒക്കെ ഇടുന്ന ഇതാണ്. വെള്ള ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ ഇനി ഇടുന്നില്ല. കുറേ വെള്ള ഉടുപ്പൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്നതൊന്നും ഇതുവരെ ഇട്ടിട്ട് പോലും ഇല്ല, അതുപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടൊക്കെയാണ്. ഇതൊക്കെ ഇപ്പോൾ അവർക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇത് ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, റീയൂസബിൾ ഡയപ്പറാണ്. അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട്. ഇത്രയും ഡ്രസ്സാണ് ഞാൻ അവൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്, കൊണ്ടാൻ വേണ്ടിയിട്ട്, വീട്ടിലിടാനും അല്ലാതെയൊക്കെ. പിന്നെ കുറച്ച് ഡ്രസ്സ് ഞാൻ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഈ ഒരു ബാഗിൽ ഇത്രയും വെച്ചിട്ട് ഇനി എൻ്റെ അമ്മയുടെയൊക്കെ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ അതിനകത്തൂടെ വേണമെങ്കിൽ എന്തെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ എടുത്ത് വെക്കാണ്. അങ്ങനെ അത് മാറ്റി വെച്ചേക്കാണ്. ഇവിടെ പിന്നെ
ഒരു ടോയ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ടോയ്സ് ഒന്നും ഇതുവരെ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. വെക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അതും എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ വല്ല ഇടയ്ക്കൂടെ കയറ്റി വെക്കാം. ഇനി ഞാൻ അപ്പോൾ ബാഗ് കണ്ട ക്ലീൻ ആയി. അപ്പോൾ ഇതിനകത്തെല്ലാം ഞാൻ ഇത്രയാണ് വെച്ചേക്കുന്നത്. ഈ സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ ഷൂസും അല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഫ്രണ്ടിൽ ഞാൻ കുറച്ച് അവളുടെ മരുന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതുകൂടെ ഞാൻ കാണിക്കാം. ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്ഷൻ ക്ലോസ് ആവുകയാണ്. നമ്മുടെ ഈ ബാക്ക് പാക്കിങ്, ഡെലുവിൻ്റെ ബാക്ക് പാക്കിങ് കഴിയാണ്. ഞാൻ ഇതൂടെ കാണിക്കാം. ഇത് നമ്മുടെ ഈ സലൈന ഡ്രോപ്സ് മൂക്കിലൊഴിക്കുന്ന മരുന്നും കാര്യങ്ങളൊക്കെ അത് ഞാൻ കുറച്ചല്ലാതെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അവൾക്ക് കൊണ്ടുപോകാൻ അവൾക്ക് ഇവിടെ ഒരു ഡോക്ടർ, നമ്മുടെ ചൂനാടുള്ളൊരു ഡോക്ടറിനെയും ഞാൻ മാവേലിക്കരുള്ളൊരു ഡോക്ടറെ അവളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽമെൻറ്റാണ് ഇത്. കുഞ്ഞിന് ഡയപ്പറിൻ്റെ ഒരു ഇൻഫെക്ഷൻ വന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത 2-3 ക്രീംസ് ഉണ്ട്. പിന്നെ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാലോ ഗൈസ്. കേട്ടാ ഇനിയിപ്പോൾ ഇതെന്തായാലും അത്യാവശ്യമാണ്. കാരണം ഇനിയിപ്പോൾ ട്രാവലിങ് വരുന്നുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ കുപ്പിപ്പാലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതെന്ന് വെച്ചാൽ പാരസെറ്റാമോൾ സിറപ്പാണിത്. ഇത് മോക്ക് ചൂടൊന്നും കൊള്ളാതിരിക്കാനായിട്ടൊക്കെ കിട്ടിയിരിക്കുന്നതാണ്. പാരസെറ്റാമോൾസൊക്കെ ഈ 6 മണിക്കൂറായിട്ട് വിട്ട് നമുക്ക് കൊടുക്കാനുള്ള ആ സിറപ്പാണിത്. ഇതല്ലാതെ അവൾക്ക് ചുമയുടെ മരുന്നാണ്. ഡോക്ടർ ഈ ഇടയ്ക്ക് അവൾക്ക് എഴുതിയതാണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ചുമയുടെ സിറപ്പാണ്. ഇത് കുടിക്കുമ്പോൾ ചുമയൊക്കെ നല്ല ഇത് മാറുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ മറക്കാതെ എടുത്തേക്കാണ്. കാരണം ഇതൊക്കെ എന്തായാലും ഇനി ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഡോക്ടറെ നമുക്ക് വന്ന് ഇവിടെ കാണിക്കുവായത് കൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇവിടെ കാണിക്കുവായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നാൽ നമുക്ക് ഡോക്ടറെ വിളിച്ച് ചോദിച്ചാൽ ഡോക്ടർ ഇത് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് എടുക്കാമല്ലോ. അല്ലെങ്കിൽ ഈ ബ്രാൻഡ് നമുക്ക് കാണിച്ച് മേടിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തത്. പിന്നെ ഇത് വേറൊരു പാരസെറ്റാമോൾ ഓറൽ സൊല്യൂഷൻ ആണ് കേട്ടോ. ഈ ഇടയ്ക്ക് ഒരു ദിവസം അവൾക്ക് ഭയങ്കരമായിട്ട് ചൂട് കൂടി. എനിക്കൊന്ന് പനി വന്നായിരുന്നു. ഇപ്പോൾ എൻ്റെ പനീച്ച് കൊണ്ടുപോയി അവൾക്ക് ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടി. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ എഴുതിയതാണിത്. അപ്പോൾ ഇത് കുടിച്ചപ്പോൾ നല്ല രീതിയിൽ ചൂടൊക്കെ മാറിയായിരുന്നു. അപ്പോൾ ഇത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തൊക്കെ ഞാൻ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് ചൂട് മാറാൻ അങ്ങനെയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇത് സോഡിയം ക്ലോറൈഡ് നേസൽ സൊല്യൂഷൻ ആണ് കേട്ടോ. ഇത് സ്പ്രേ ആണ്. ഇതെന്ന് വെച്ചാൽ മൂക്കടപ്പിന് ബെസ്റ്റ് സാധനമാണ്. ഇതെൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. ഏറ്റവും കൂടുതൽ ഇവർക്ക് ഈ ഇടയ്ക്ക് പനി കൂടിയിട്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവൾക്ക് ഒട്ടും പാല് കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ രാത്രിയിൽ ഒരു ദിവസം ഞങ്ങൾ മാവേലിക്കരെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ പ്രത്യേകം എഴുതി തന്നെയാണ് ഈ ഒരു നേസൽ സൊല്യൂഷൻ. ഇത് സോഡിയം ക്ലോറൈഡ് നേസൽ സൊല്യൂഷനാണ്. ഇത് ചില സലൈൻ അങ്ങനെയുള്ള ഡ്രോപ്സ്, ഈ മൂക്കിലൊഴിക്കുന്ന ഡ്രോപ്സിനകത്ത് ഡ്രോപ്സ് എന്ന് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് മൂക്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്ന് വെച്ചാൽ സ്പ്രേ. അപ്പോൾ ഇത് നമ്മൾ മൂക്കിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ നന്നായിട്ട് അകത്തോട്ട് ചെല്ലും. അപ്പോൾ പെട്ടെന്ന് മൂക്കടപ്പ് മാറാം. അങ്ങനെയുള്ളതാണിത്. അപ്പോൾ ഇത് ഞാൻ മറക്കാതെ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് മൂക്കടപ്പ് വന്നാൽ ഇത് വേണം, ഇത് മസ്റ്റാണ്. അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട്. ഡോക്ടറിൻ്റെ അടുത്ത് ഇടയ്ക്ക് പോയിട്ട് 2 കൂടെ മേടിച്ചതാണ്. പിന്നെ ഹൈഡ്രോ കോർട്ടിസോൺ ക്രീം എന്ന് ഇതും മറ്റേ ആ ഡയപ്പറിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പൊട്ടൽ പോലെ വന്നപ്പോൾ, ഒരു ഇൻഫെക്ഷൻ പോലെ വന്നപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ക്രീമാണ്. ഇതും ആ ഡോക്ടറെ തന്നെ കണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ കഫമൊക്കെ ഇളകാൻ വേണ്ടിയിട്ട് ചുമയുടെ ആംബ്രോസിലിൻ്റെ ഒരു ഹൈഡ്രോക്ലോറൈഡ് കാണാൻ പറ്റുന്നത് നടക്കില്ല. ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവൾക്ക് അത്യാവശ്യം ഇപ്പോൾ യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതും ലിവോസാൽബുറ്റാമോൾ സൾഫേറ്റ് അംബ്ലോക്സ ഹൈഡ്രോക്ലോറൈഡിൻ്റെ അങ്ങനത്തെ ഇത് തന്നെ വേറെയാണ്. എന്തായാലും ഞാൻ ഇതൊക്കെ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം. എന്നാലും ഡോക്ടറെ ഒന്നുകൂടെ വിളിച്ച് കൺഫേം ചെയ്തിട്ടേ ഞാൻ യൂസ് ചെയ്തോളൂ. കാരണം 2-3 ഉണ്ടല്ലോ. ചുമയുടെ തന്നെ ചിലർക്ക് ചുമയുടെ തന്നെ കഫം മാറാനല്ല, ചുമ മാത്രം മാറാൻ, കഫ ഇളകാൻ, അങ്ങനെ 2-3 വെറൈറ്റീസ് മരുന്നുകളുണ്ട്. അപ്പം എല്ലാം എന്തായാലും ചോദിച്ചിട്ടേ യൂസ് ചെയ്തോളൂ. നമുക്കൊരു കൺഫ്യൂഷൻ വന്നാലും റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അവളുടെയാണ്. ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഡെലുവിൻ്റെ എറണാകുളത്ത് പോകാനുള്ള ബാക്ക് പാക്കിങ്. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ അവളുടെ എടുത്തിട്ടുള്ളത്. ഇനി എന്തെങ്കിലും വേണമെന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ആലോചിക്കണം. കാരണം കുറച്ച് ദിവസം കൂടെ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും
എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇന്നത്തെ ഈ വീഡിയോയുടെ കഴിയുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.